ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇംപ്രവൈസ്ഡ് അപ്പാരറ്റസ് ആൻഡ് ലേണിംഗ് എയ്ഡ്സ് എന്നൊരു വർക്കിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ബി എഡിലെ തേർഡ് സെമ്മിലെ ഒരു വർക്കാണ് ഇംപ്രവൈസ്ഡ് അപ്പാരറ്റസ് ആൻഡ് ലേണിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത്. തേർഡ് സെമ്മിലെ എല്ലാ വർക്കും നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയത്താണ് ചെയ്യുന്നത്. ഈ വർക്ക് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയത്താണ് ചെയ്യുന്നത്. നമ്മൾ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ധാരാളം എയ്ഡ്സ് ഉപയോഗിക്കൂലേ? നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയത്ത് ധാരാളം എയ്ഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ചാർട്ട്സ്, മോഡൽസ്, ICT പ്രസൻറ്റേഷൻ, അങ്ങനെ പല എയ്ഡ്സും യൂസ് ചെയ്യാറുണ്ട്. ഈ ഓഡിയോ വിഷ്വൽ എയ്ഡുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? നമ്മൾ പഠിപ്പിക്കുമ്പോൾ പഠന പ്രക്രിയയിൽ അവയുടെ ഉപയോഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികൾക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിനെക്കാട്ടും നമ്മൾ വെറുതെ പറയുന്നതിനെക്കാട്ടും അവർക്കത് കാണുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള മോഡൽസ് ഒക്കെ കാണുമ്പോൾ എങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മൾ എയ്ഡ്സ് എല്ലാം യൂസ് ചെയ്യുന്നത്. ഈ ഇംപ്രവൈസ്ഡ് എയ്ഡ്സ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സംഭവങ്ങളിൽ നിന്നൊന്നും ടീച്ചിങ് എയ്ഡ്സ് ഉണ്ടാക്കുന്നതല്ല, മറിച്ച് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന, അതായത് നമ്മൾ വലിച്ചെറിയുന്ന ഉപയോഗശൂന്യമായ വസ്തുക്കളൊക്കെ ഇല്ലേ, അവയിൽ നിന്ന് നമ്മൾ മനോഹരമായിട്ട് ടീച്ചിങ് എയ്ഡ്സ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഇംപ്രവൈസ്ഡ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന ചെലവ് കുറഞ്ഞ വസ്തുക്കൾ, നാം ഉപയോഗശൂന്യമായിട്ട് വലിച്ചെറിയുന്ന വസ്തുക്കൾ എന്നിവയിൽ നിന്ന് നമുക്ക് എയ്ഡ്സുകൾ നിർമ്മിക്കാം. അവയാണ് ഇംപ്രവൈസ്ഡ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അവ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് കുട്ടികൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് തൊട്ടും കണ്ടും കേട്ടൊക്കെ മനസ്സിലാക്കാനുള്ള അവസരം ഈ എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ബി എഡിൽ ഒരു പ്രധാനപ്പെട്ട വർക്കാണ് ഇംപ്രവൈസ്ഡ് അപ്പാരറ്റസ് ആൻഡ് ലേണിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ വേറെയും എയ്ഡ്സ് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഈ എയ്ഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗശൂന്യമായിട്ട് വലിച്ചെറിയുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന, അതായത് നമുക്ക് സാധാരണ കിട്ടുന്ന വസ്തുക്കളില്ലേ, പൈസ കൊടുത്തൊന്നും വാങ്ങാതെ സാധാരണയായി കിട്ടുന്ന വസ്തുക്കളിൽ നിന്നും നമ്മൾ എയ്ഡ്സ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നിങ്ങൾ പ്ലാസ്റ്റിക്, തെർമോക്കോൾ എന്നിവയൊന്നും ഈ എയ്ഡ്സ് ഉണ്ടാക്കുമ്പോൾ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പം നിങ്ങൾ പഠിപ്പിക്കുന്ന ഭാഗത്ത് ഒരു ഗോത്ര സമൂഹത്തെ പറ്റി പഠിപ്പിക്കാറുണ്ട്. ഇപ്പം സോഷ്യൽ സയൻസ് ആണെങ്കിൽ ചിലപ്പോൾ ഗോത്ര സമൂഹങ്ങളെ പറ്റിയൊക്കെ പഠിപ്പിക്കാൻ വരാറുണ്ട്. 6ാം ക്ലാസ്സിലൊക്കെ അതുണ്ട്. അതാവുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, അമ്പുമില്ലൊക്കെ നിങ്ങളുടെ പാഠഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. അമ്പുമില്ലെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ലഭിക്കുന്ന, പ്രകൃതിദത്തമായി ലഭിക്കുന്ന വസ്തുക്കളിൽ നിന്നല്ലേ നമ്മൾ ഉണ്ടാക്കുക. അതെന്ന് പറയുന്നത് ഈ ഇംപ്രവൈസ്ഡ് അപ്പാരറ്റസ് ആൻഡ് ലേണിംഗ് എയ്ഡ്സിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ്. അതുപോലെ നിങ്ങൾക്ക് ചിരട്ട, പാള, മണ്ണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, നിങ്ങൾക്ക് നാച്ചുറലായി ലഭിക്കുന്ന സംഭവങ്ങളിൽ നിന്ന് നിങ്ങൾ എയ്ഡ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ യൂസ് ആവുക. അതുകൊണ്ട് ഇംപ്രവൈസ്ഡ് അപ്പാരറ്റസ് ആൻഡ് ലേണിംഗ് എയ്ഡ്സ് എന്ന വർക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന ഉപയോഗശൂന്യമായിട്ട് വലിച്ചെറിയുന്ന വസ്തുക്കളിൽ നിന്നൊക്കെ നിങ്ങൾ എയ്ഡ് ഉണ്ടാക്കാൻ മാക്സിമം ശ്രമിക്കുക. നിങ്ങൾക്ക് അതുപോലെ ഗ്രാമങ്ങളുടെ മോഡലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതുപോലെ നഗരങ്ങളുടെ മോഡൽ, അങ്ങനെ ഓരോ പാഠഭാഗം വരുമ്പോൾ നമ്മൾ ഓരോ ടീച്ചിങ് എയ്ഡ് യൂസ് ചെയ്യുമല്ലോ. ആ ഓരോ സംഭവങ്ങൾ, ഇപ്പോൾ ഏത് ടീച്ചിങ് എയ്ഡാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് ആ എയ്ഡിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് നാച്ചുറലായി ലഭിക്കുന്ന വസ്തുക്കൾ മാത്രം യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുക. നമ്മൾ ഏതൊരു വർക്കും ബി എഡിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ഏതൊരു കാര്യം ഇപ്പോൾ മറിച്ച് വേറെ ഏതൊരു ടീച്ചിങ് എയ്ഡ് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ആദ്യം ടീച്ചിങ് എയ്ഡ് ഉണ്ടാക്കുക. ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ റിപ്പോർട്ട് എഴുതണം. റിപ്പോർട്ട് എഴുതി സബ്മിറ്റ് ചെയ്യണം. ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ അതിനൊരു മോഡൽ ഉണ്ടാവുമല്ലോ. നമ്മൾ ഈ ഇംപ്രവൈസ്ഡ് അപ്പാരറ്റസ് ആൻഡ് ലേണിംഗ് എയ്ഡ്സ് എന്ന് പറയുന്ന ഈ ഒരു വർക്കിലും നമ്മൾ ഇതിൻ്റെ മോഡൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് പറയുന്നുണ്ട്. ആദ്യം നമ്മൾ ഫസ്റ്റ് പേജിൽ ഇംപ്രവൈസ്ഡ് അപ്പാരറ്റസ് ആൻഡ് ലേണിംഗ് എയ്ഡ്സ് എന്ന ഹെഡിങ് നിങ്ങൾ കൊടുക്കുക. സെക്കൻഡ് പേജിൽ നോർമൽ ഇൻഡെക്സിൽ വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 കോളാണ്: സീരിയൽ നമ്പർ, കണ്ടന്റ്, പേജ് നമ്പർ. കണ്ടന്റിൽ ഇൻട്രൊഡക്ഷൻ, റിപ്പോർട്ട്, കൺക്ലൂഷൻ എന്നിവയാണ് വരുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് എഴുതുക എന്നാണ്. ഇൻട്രൊഡക്ഷൻ്റെ ഒരു മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പഠന പ്രക്രിയയിൽ ഓഡിയോ വിഷ്വൽ എയ്ഡുകളുടെ ഉപയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. പഠനം എളുപ്പമാക്കാനും അർത്ഥവത്താക്കാനും ഇത് സഹായിക്കുന്നു. കുട്ടികളിൽ പഠിക്കാനുള്ള താല്പര്യം ജനിപ്പിക്കാൻ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിന്റെ ഉപയോഗം സഹായിക്കുന്നു. നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന ചെലവ് കുറഞ്ഞ വസ്തുക്കൾ, നാം ഉപയോഗശൂന്യമായി വലിച്ചെറിയുന്ന വസ്തുക്കൾ എന്നിവയിൽ നിന്നും വളരെ മനോഹരമായി എയ്ഡുകൾ നിർമ്മിക്കാവുന്നതാണ്. ഇത്തരം എയ്ഡുകളെയാണ് ഇംപ്രവൈസ്ഡ് എയ്ഡ്സ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ആശയങ്ങൾ തൊട്ടും കണ്ടും കേട്ടും മനസ്സിലാക്കാനുള്ള അവസരം ഈ എയ്ഡ്സ് ഒരുക്കുന്നു. ഉപയോഗശൂന്യമായി വലിച്ചെറിയുന്ന വസ്തുക്കളിൽ നിന്നും അറിവിന്റെ ഒരു മാസ്മരിക ലോകം തന്നെ തീർക്കാവുന്നതാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷനായി എഴുതിയിരിക്കുന്നത് ഇതാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഇൻട്രൊഡക്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇംപ്രവൈസ്ഡ് എയ്ഡ്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഹെഡിങ് എഴുതി, പിന്നെ ഇൻഡെക്സ് എഴുതി, അതിനുശേഷം ഇൻട്രൊഡക്ഷൻ, അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന കാര്യമാണ് എന്ത്, റിപ്പോർട്ട്. റിപ്പോർട്ട് എഴുതുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗ്രാമം എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഞാനിവിടെ ഗ്രാമത്തിൻ്റെ ഒരു മോഡലാണ് ഈ വർക്കിൽ ചെയ്തിരിക്കുന്നത്. അതായത് ഇംപ്രവൈസ്ഡ് അപ്പാരറ്റസ് ആൻഡ് ലേണിംഗ് എയ്ഡ്സ് എന്ന് പറഞ്ഞ വർക്കിൽ ഗ്രാമങ്ങളുടെ ഒരു മോഡലാണ് എക്സാമ്പിളായി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഗ്രാമം എന്ന് ഹെഡിങ് കൊടുത്തു. നിങ്ങൾ ഏത് എയ്ഡാണോ ഉണ്ടാക്കുന്നത് ആ എയ്ഡിൻ്റെ ഹെഡിങ് അവിടെ കൊടുക്കുക. ഇപ്പം ഞാൻ ഗ്രാമമായതുകൊണ്ട് അവിടെ കൊടുത്തു. നിങ്ങൾ അതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഏതാണോ ആ ഹെഡിങ് കൊടുക്കുക.
അതിനുശേഷം ആ ഗ്രാമം എന്ന ഭാഗം പഠിപ്പിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെ മോഡൽ ആ ടീച്ചിങ് എയ്ഡ് ഉണ്ടാക്കിയതിൻ്റെ ലക്ഷ്യം എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണെന്ന് നിങ്ങൾ അവിടെ കൊടുക്കുക. ഈ ഗ്രാമത്തിൻ്റെ മോഡൽ ഉണ്ടാക്കിയതിന് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവുമല്ലോ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പരമ്പരാഗത ഗ്രാമങ്ങളുടെ സവിശേഷതകൾ തിരിച്ചറിയുന്നതിന് ഇന്ന് കാണുന്ന പ്രദേശങ്ങളിൽ നിന്നും പരമ്പരാഗത ഗ്രാമങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് ഈ 2 ഒബ്ജക്റ്റീവാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഗ്രാമങ്ങളുടെ മോഡൽ ഉണ്ടാക്കുന്നതിലൂടെ കുട്ടികൾക്ക് പരമ്പരാഗത ഗ്രാമങ്ങളുടെ സവിശേഷതകൾ തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ ഇന്ന് കാണുന്ന പ്രദേശങ്ങളിൽ നിന്നും ഈ പരമ്പരാഗത ഗ്രാമങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനും കുട്ടികൾക്ക് സാധിക്കും. കാരണം ഒരു മോഡൽ കാണുമ്പോൾ അവർക്ക് അത് നേരിട്ട് മനസ്സിലാവുമല്ലോ. ഇന്നുള്ള ഇതിൽ നിന്നും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് പണ്ടുള്ള ഗ്രാമങ്ങൾക്ക് ഉണ്ടായിരുന്നത്. നേരിട്ട് കാണുമ്പോൾ അവർക്കത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതിനുശേഷം നമ്മൾ എഴുതേണ്ടത് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തതെന്നാണ്. മെറ്റീരിയൽസ് റിക്വയർഡ്, ഈ ടീച്ചിങ് എയ്ഡ് ഉണ്ടാക്കാൻ ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്തു അത് മുഴുവൻ ഇവിടെ കൊടുക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന കാർഡ്ബോർഡ്, ചിരട്ട, ചെറിയ കല്ലുകൾ, പേപ്പർ കുപ്പി, പച്ച നിറത്തിലുള്ള A4 പേപ്പർ, കറുത്ത ചാർട്ട് പേപ്പർ, ചെറിയ പ്ലാസ്റ്റിക് പാത്രം, പഴയ ഐസ്ക്രീം സ്റ്റിക്ക്, ഈർക്കില്, നിറങ്ങൾ അതായത് കളർ, ഈ എയ്ഡ്സ് ആണ് ഈ എയ്ഡ് ഉണ്ടാക്കാൻ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ കൊടുത്തു. നമ്മൾ മെറ്റീരിയൽസ് എഴുതിയതിന് ശേഷം ഈ എയ്ഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, നമ്മളിത് തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഈ എയ്ഡ് ഉണ്ടാക്കാൻ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ വളരെ കൃത്യമായിട്ട് അവിടെ എഴുതി വെക്കുക. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് അത് വളരെ കൃത്യമായിട്ട് അവിടെ എഴുതി വെക്കുക. മുഴുവൻ കാര്യങ്ങളും അവിടെ എഴുതുക. അതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അതിനൊരു എക്സാമ്പിളാണ് കൊടുത്തത്. നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ വായിച്ചു നോക്കുക. ഇവിടെ കാണിച്ചിരിക്കുന്ന ഗ്രാമങ്ങളുടെ മോഡലല്ലേ, അതുകൊണ്ട് തന്നെ ഇവിടെ ഏതൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഒരു കുടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതേപോലെ തോണി, പുഴ, കിണർ, കാളവണ്ടി എന്നിവയൊക്കെയാണ് ഈ മോഡലിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവ ഓരോന്നും ഉണ്ടാക്കാൻ ചെയ്തിരിക്കുന്ന സ്റ്റെപ്സ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് കുടിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയത്, കാളവണ്ടി എങ്ങനെയാണ് ഉണ്ടാക്കിയത്, പുഴ, കിണർ, തോണി ഇതൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഓരോ സ്റ്റെപ്സും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കുക. ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടാണ് കാളവണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ കുടിലുണ്ടാക്കാൻ പേപ്പർ കുപ്പിയും ചിരട്ടയൊക്കെയാണ് യൂസ് ചെയ്തത്. ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളാണ്. ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ട് വരാം. ഐസ്ക്രീം സ്റ്റിക്ക് എന്ന് പറയുന്നത് പുതിയത് യൂസ് ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത്. പഴയത് ഉണ്ടാവുമല്ലോ, പഴയ ഉപയോഗശൂന്യമായ ഐസ്ക്രീം സ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ പുതിയത് നിങ്ങൾ വാങ്ങിയിട്ട് അതൊന്നും യൂസ് ചെയ്യരുത്. പഴയത് വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് യൂസ് ചെയ്യുക. ചിരട്ടയൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള കാര്യം. ചിരട്ട, പാള, മണ്ണ്, വിറക്, അതായത് മരക്കൊമ്പൊക്കെ ഇല്ലേ, അതൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഇപ്പം നമ്മൾ മെറ്റീരിയൽസ് റിക്വയർഡും എഴുതി, അതുപോലെ മോഡ് ഓഫ് പ്രൊഡക്ഷനും എഴുതി. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് കൺക്ലൂഷനാണ് കൊടുക്കേണ്ടത്. ഇവിടെ കൊടുത്തിട്ടുള്ള മോഡ് ഓഫ് പ്രൊഡക്ഷൻ നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാവുന്നതാണ്. അതായത് എങ്ങനെയാണ് നിങ്ങൾക്കും എഴുതേണ്ടതെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് കൺക്ലൂഷനാണ്. കൺക്ലൂഷൻ ഷോർട്ടായിട്ട് എഴുതിയാൽ മതി. കുറഞ്ഞ ചെലവിൽ പരമാവധി ആശയങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ടീച്ചിങ് എയ്ഡ്സാണ് ഇംപ്രവൈസ്ഡ് എയ്ഡ്സ്. പഠിക്കാനുള്ള ആശയങ്ങൾ വ്യക്തതയോടെയും കൃത്യതയോടെയും കുട്ടികളിലേക്ക് എത്തിക്കാൻ ഇവ സഹായിക്കുന്നു. അധ്യാപകർക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ ഇവ പെട്ടെന്ന് നിർമ്മിക്കാൻ സാധിക്കും. കുട്ടികൾക്ക് ആശയങ്ങൾ കണ്ടും തൊട്ടും കേട്ടും മനസ്സിലാക്കാൻ ഇതിലൂടെ അവസരം ലഭിക്കുന്നു. അപ്പോൾ കൺക്ലൂഷനിൽ ഇത്രയാണ് പറയുന്നത്. ഈ കാര്യം നിങ്ങൾ നോക്കിയിട്ട് ഇതന്നെ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം നിങ്ങൾക്ക് കൺക്ലൂഷനായിട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഇംപ്രവൈസ്ഡ് അപ്പാരറ്റസ് ആൻഡ് ലേണിംഗ് എയ്ഡ്സ്, അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻറ്റ് ആർട്ടിഫാക്ട്സ്, പോർട്ട്ഫോളിയോ, ഇതൊക്കെ തേർഡ് സെമ്മിലെ വർക്കാണ്. തേർഡ് സെമ്മിൽ ഇത് മാത്രമല്ല മറ്റ് ധാരാളം വർക്കുകളുണ്ട്, ലെസൺ പ്ലാൻ അടക്കം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സോൾ ഓഫ് എക്കണോമിക്സ് എന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ ആ ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ ഇംപ്രവൈസ്ഡ് അപ്പാരറ്റസ് ആൻഡ് ലേണിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ ഓരോരുത്തരും പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ വ്യത്യസ്തമായിരിക്കും. ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന വ്യത്യസ്തമായ പാഠഭാഗങ്ങളായിരിക്കില്ലേ. അപ്പോൾ അതിൽ ഏത് ടീച്ചിങ് എയ്ഡ് ഉണ്ടാക്കണം എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന പാഠഭാഗം മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ അതിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന എയ്ഡ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ലെസൺ പ്ലാന് സോഷ്യൽ സയൻസ് ആണെങ്കിലാണ് നമുക്ക് പറയാൻ സാധിക്കുക. സോഷ്യൽ സയൻസിൻ്റെ ലെസൺ പ്ലാനാണ് അറിയുക. അപ്പോൾ അതാണെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന മോഡലിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഹെഡിങ് നിങ്ങൾ എഴുതുക. അതിനുശേഷം അതായത് ഇംപ്രവൈസ്ഡ് അപ്പാരറ്റസ് ആൻഡ് ലേണിംഗ് എയ്ഡ്സ് എന്ന വർക്കിൻ്റെ പേര് ഫസ്റ്റ് പേജിൽ എഴുതുക. ശേഷം നിങ്ങൾ ഇൻഡെക്സ് കൊടുക്കുക. ഇൻഡെക്സ് കൊടുത്തതിന് ശേഷം നിങ്ങൾ എഴുതേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷനാണ്. ഇൻട്രൊഡക്ഷൻ എഴുതിയതിന് ശേഷം നിങ്ങൾ റിപ്പോർട്ട് എഴുതുക. റിപ്പോർട്ട് എഴുതുമ്പോൾ നിങ്ങൾ ഏത് ടീച്ചിങ് എയ്ഡാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ നെയിം അവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടീച്ചിങ് എയ്ഡ് ഉണ്ടാക്കുന്നതുകൊണ്ടുള്ള ഒബ്ജക്റ്റീവ്, അതിനുശേഷം ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ആ ടീച്ചിങ് എയ്ഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്, അത് തുടക്കം മുതൽ ഏതൊക്കെ മെറ്റീരിയൽസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ അത് മുഴുവൻ അവിടെ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതിനുശേഷം എങ്ങനെയാണ് ഉണ്ടാക്കിയത് ഫുൾ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക.
അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺക്ലൂഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർക്കിൻ്റെ മോഡൽ ഫുൾ കംപ്ലീറ്റ് ആവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത്.